ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ തോരനാണ്, കക്ക വച്ച്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കതിന് വേണ്ടത് കക്ക ഇറച്ചി ഞാൻ ക്ലീൻ ചെയ്ത് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിയാണ്. അതൊരു 1/2 കിലോ ഉണ്ട്. അതിന് വേണ്ടത് പിന്നെ തേങ്ങയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സവാള, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, വഴറ്റാൻ വേണ്ടി 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് പച്ചമുളകും ഇട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചെറുള്ളി, കറിവേപ്പില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. നല്ലപോലെ ഒന്ന് ചുമന്ന് വരണം. ഇതിപ്പം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കക്ക ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി, അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു വേവിച്ച്, എന്നാലും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ മുളകിൻ്റെ ആവശ്യം വരുന്നില്ല, പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ഇതിൻ്റെ മെയിൻ പൊടികൾ, മസാലകൾ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഏറെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ശരിക്കും അതിലോട്ട് പിടിച്ചിട്ടുണ്ട്, കക്കയിറച്ചിലോട്ട്. ഇനി നമുക്കിതിനെടുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം.
കക്കയിറച്ചി ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഒരു പാടുള്ളൂ, ബാക്കി എല്ലാം എളുപ്പമാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കക്കയിറച്ചിക്ക് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കക്കയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു അടിപൊളി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.